ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീണ്ടും ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഞങ്ങൾ ഈ ഒരുങ്ങി ഇറങ്ങിയിട്ടുള്ളത് ഒരു നിക്കാഹിനാണ് കേട്ടോ. എൻ്റെ അമ്മായിയുടെ മോൻ്റെ നിക്കാഹാണ്, രണ്ടാമത്തെ മകൻ്റെ. കൊടുങ്ങല്ലൂരുള്ള അമ്മായിയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് തന്നെയാണ് കേട്ടോ. ഏറി വന്ന ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. കല്യാണം കഴിച്ചതും കഴിച്ചു കൂടുന്നവരും ഉപ്പാൻ്റെ ആൾക്കാരും ഉമ്മാടെ ആൾക്കാരൊക്കെ ഏകദേശം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു ഏറി വന്നാൽ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എല്ലാവരും റിലേറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു അമ്മായി മാത്രം കുറച്ച് ദൂരെയാണ്, കൊടുങ്ങല്ലൂരാണ് അവരുടെ വീട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ നിക്കാഹ് നടക്കുന്ന സ്ഥലം പാലക്കാട് ചിറ്റൂർ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മളുടെ കൊടുങ്ങല്ലൂരിൻ്റെയും പാലക്കാടിൻ്റെയും ഏകദേശം നടുവിലൊക്കെയാണ് ഞങ്ങളുടെ ഒരു സ്ഥലം, എടപ്പാൾ, മലപ്പുറം എടപ്പാൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബസ്സൊക്കെ ഏൽപ്പിച്ചു. നമ്മുടെ ഉപ്പാടെ ഫാമിലിയിലുള്ള എല്ലാവരും ഇതിൽ കയറി. ഇവിടുന്ന് ഞങ്ങളൊരു ഏകദേശം ഒരു ട്രിപ്പ് മോഡൽ തന്നെയാണ് കേട്ടോ നിക്കാഹിന് പോയത്. ഞങ്ങൾ പല പ്രാവശ്യം ഓരോ ടൂറ് പ്ലാൻ ചെയ്യും. ഇങ്ങനെ ഫാമിലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണല്ലോ, എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒരു വയ്യായിക വരലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിക്കാഹൊക്കെ ആകുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഉള്ളതൊക്കെ ഒഴിവാക്കി എന്തായാലും വരും, അവനവൻ്റെ ആൾക്കാരുടെ ആണല്ലോ എന്ന്. എന്നിട്ടും ഇതിൽ പകുതി മുക്കാൽ പേരും ഇല്ല കേട്ടോ. എൻ്റെ ഉമ്മയില്ല, അതുപോലെ എൻ്റെ ഒരു ഇക്കാക്കാൻ്റെ വൈഫില്ല. ഇക്കാക്ക ഇന്ന് ഗൾഫിൽ പോകുന്നതുകൊണ്ട് ആൾ വന്നിട്ടില്ല. പിന്നെ ഒരു അമ്മായിയുടെ മോൾക്ക് ചെറിയ കുട്ടിയാണ്, കുട്ടിക്ക് വയ്യായിക എന്തൊക്കെ പറഞ്ഞിട്ട് അവരില്ല. അങ്ങനെ ഇതൊന്നും കുറേ പേരൊക്കെ കുറവാണ്. പിന്നെ ബാക്കി കുറേ പേര് ഗൾഫിലാണ്, അബ്രോഡിലുള്ളവർക്കൊന്നും കൂടാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് മിസ്സിങ് ആണ്. എന്നാലും ഉള്ള ആൾക്കാരെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഒരു ട്രിപ്പ് പോകുന്ന പോലെ തന്നെ. കാരണം ഒരു 2-2.5 മണിക്കൂറിൽ മേലെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു യാത്ര തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നിർത്തിയൊക്കെ പോകുന്നതുകൊണ്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ പോയി അവിടെ എത്തി. അവിടെ ഏകദേശം ഒരു 11:30 ആഴപ്പത്തിനെത്തിന് എത്തി കേട്ടോ. ഇറങ്ങിയ പാടെ തന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമാണ് ഓഡിറ്റോറിയത്തിൽ. അവിടെ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ഞങ്ങൾ അകത്ത് ഓഡിറ്റോറിയത്തിൽ കയറി. ബാക്കിയുള്ളവരെല്ലാം നിക്കാഹിനായിട്ട് പുറത്ത് പോയിട്ടോ. പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ്. അപ്പോൾ ആണുങ്ങളെല്ലാം അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു ബസ്സിൽ പള്ളിയിലോട്ട് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞ് അവർ നിക്കാഹൊക്കെ കഴിഞ്ഞു. അവിടുന്ന് പയ്യനും കൂട്ടരും കൂടിയിട്ട് തിരിച്ച് വന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റേജിലോട്ട് കയറുന്നൊരു എൻട്രിയാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളവരോടൊക്കെ തുള്ളിച്ചാടാൻ പറഞ്ഞപ്പോൾ കാട്ടിക്കൂട്ടുന്ന ഓരോ ആക്ഷനാണ് കേട്ടോ. ഇതാണ് അവരുടെ ഫാമിലി വരുന്നത്. ഉപ്പ, ഉമ്മ, 4 മക്കളാണ് കേട്ടോ. അതിൽ രണ്ടാമത്തെ മകൻ്റെയാണ് ഇപ്പം നിക്കാഹ് നടക്കുന്നത്. അത് കഴിഞ്ഞു. ആ ഒരു സെക്ഷൻ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണിനായിട്ട് പെണ്ണിൻ്റെ വാപ്പയും ഉമ്മയും വന്നു. സ്റ്റേജിലേക്കുള്ള പെണ്ണിൻ്റെ എൻട്രിയും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരെയും ഫുഡ് കഴിക്കാനായിട്ട് അവർ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോയി. അതിന് ശേഷം വന്നിട്ട് പിന്നെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ ഞങ്ങളിപ്പോൾ പോയ ഫാമിലിയിലുള്ളവർ. ഇതിൽ ഒരുപാട് പേര് കുറവാണ്, എന്നാലും അടിപൊളിയായിരുന്നു.